ധനഹ 3 മുതൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും ആകർഷിക്കപ്പെടും. ഉയർത്തപ്പെടൽ എന്നതിന് യേശുവിന്റെ കുരിശിലുള്ള ഉയർത്തപ്പെടലാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. വലിയൊരു ദുരന്ത കഥയാണെങ്കിലും ഇന്നും എന്നും ഏറ്റവും അധികം മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും ലോകമനസാക്ഷിയുടെ മേലുള്ള വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് യേശുവിന്റെ ജീവചരിത്രം. വലിയ ദുരന്തം മുമ്പിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ ഒഴിവാക്കാൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും. എന്നാൽ അത് കാത്തിരുന്നൊരു മണിക്കൂറാണെന്ന് യേശു ഏറ്റുപറയുന്നു. തന്റെ ഈ സ്വയം സമർപ്പണം പക്ഷേ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു. ഇതുപോലെ തിരസ്കൃതരായ മഹത്തുക്കൾ പലരും പിന്നീട് ചരിത്രത്തിൽ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളായി മാറിയിട്ടുണ്ട്. പൂർവ്വപിതാവായ ജോസഫ് എന്തെല്ലാം യാതനകളിലൂടെ കടന്നുപോയിട്ടാണ് ഈജിപ്തിന്റെ അധിപനായി തീർന്നത്. ദാവീദും സ്വന്തം കുടുംബത്തിലെ ഏറ്റവും നിസ്സാരക്കാരനായിരുന്നു. പക്ഷേ പിന്നീട് അവൻ ഇസ്രായേലിന്റെ മഹാനായ രാജാവായി തീർന്നു. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. എത്ര താഴ്ന്നുവോ അത്രയേറെ അവർ ഉയർത്തപ്പെടും. ഈ സത്യം ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗവും അതേറ്റുപറഞ്ഞു. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യേശു ശിഷ്യരുടെ ചരിത്രവും വിശുദ്ധരുമൊക്കെ ഇനിയും മഹത്വപ്പെടുത്തും എന്ന ഈ വാഗ്ദാനത്തിന്റെ തുടർക്കഥകളാണ്.